അതിനൊന്നുമില്ല. എല്ലാം ടൗണിലാണ് കൊണ്ടായിട്ട് ഒരു വണ്ടിയും പോകും. ഇതെല്ലാം കടയിന് മുമ്പിൽ തൊഴിൽ നികുതി വർദ്ധിപ്പിച്ച് വ്യാപാരികളെ കൊള്ളയടിക്കും, വ്യാപാരികളെ കൊള്ളയടിക്കും, വ്യാപാരികളെ കൊള്ളയടിക്കും, വ്യാപാരികളെ കൊള്ളയടിക്കും. സർക്കാർ ഇവിടെ വേണ്ടേ വേണ്ട, സർക്കാർ ഇവിടെ വേണ്ടേ. ഐക്യം സിന്ദാബാദ്, ഐക്യം സിന്ദാബാദ്, യുവംസേ സിന്ദാബാദ്, യുവംസേ സിന്ദാബാദ്. കച്ചവടം നിരോധിക്കുക എന്നുള്ള രണ്ടാവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ പഞ്ചായത്ത് മുമ്പിൽ ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വിഷയങ്ങൾ, വ്യാപാരികളുടെ വിഷയങ്ങളിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ അതിന് പ്രതിവിധി ഉണ്ടാവുള്ളൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഈ കൂട്ടായ്മ കൊണ്ട്. ആദ്യം തന്നെ ഈ സമരത്തിൽ പങ്കെടുത്ത ഭടന്മാരെ അഭിനന്ദിക്കുകയാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആദ്യമേ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് UMCയുടെ ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിറ്റിൻ്റെ രക്ഷാധികാരിയുമായ KM ബഷീർക്കയാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസകൾ അർപ്പിക്കുന്ന മണത്തണ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ബേബി പാറക്കൽ, തൊണ്ടി യൂണിറ്റ് പ്രസിഡന്റ് ബിനോയ് ജോൺ, പേരാവൂർ യൂണിറ്റിൻ്റെ സെക്രട്ടറി VK രാധാകൃഷ്ണൻ, മണത്തണ യൂണിറ്റിലെ സുകേഷ്, OJ ബെന്നി, സുജീഷ് AP, ദിവ്യ സ്വരൂപ്, സീന സുകേഷ് എന്നിവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ ട്രഷറർ, പേരാവൂർ യൂണിറ്റിൻ്റെ ട്രഷറർ പ്രവീൺ കാരാട്ടാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ UMC മെമ്പർമാർക്കും നാട്ടുകാർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ ഷിനോയ് നരിതൂക്കിലിനെ ക്ഷണിക്കുന്നു. ഈ ധർണാ സമരത്തിന് നമുക്കേവർക്കും സ്വാഗതം പറഞ്ഞ UMCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ VK വിനേശൻ, നമ്മുടെ ഈ പരിപാടി ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന UMCയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ്, അതുപോലെ പേരാവൂർ യൂണിറ്റ് രക്ഷാധികാരിയുമായ ശ്രീ KM ബഷീർ അവർ, ഇന്നിവിടെ നമ്മോടൊപ്പം പേരാവൂർ യൂണിറ്റിനോടൊപ്പം സംയുക്തമായിട്ട് സമരം നടത്തുന്ന തൊണ്ടിയിൽ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ബിനോയ് ജോൺ, അതുപോലെ മണത്തണ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ബേബി പാറക്കൽ, UMCയുടെ പേരാവൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ VK രാധാകൃഷ്ണൻ അടക്കമുള്ള തൊണ്ടിയിൽ, പേരാവൂര്, മണത്തണ യൂണിറ്റിലെ നേതാക്കന്മാരെ, അതുപോലെ ഈ വെയിലും ചൂടൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ സമരവുമായിട്ട് സമരമുഖത്ത് എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ യൂണിറ്റുകളിലെ മെമ്പർമാരെ, വനിതാ വിംഗ്, യൂത്ത് വിംഗ് മെമ്പർമാരെ, വ്യാപാരി സുഹൃത്തുക്കളെ, നമ്മുടെ സ്വാഗത പ്രാസംഗം പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ UMC യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം എല്ലാ യൂണിറ്റുകളിലും അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുമ്പിലുള്ള ധർണാ സമരവും അതുപോലെ പ്രതിഷേധ മാർച്ചും നടത്തുന്നത്. നമുക്കറിയാം, പ്രധാനമായും 2-3 വിഷയങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത വർത്തമാനകാലത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സമരമുഖത്ത് നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, വ്യാപാരി സമൂഹം കുറേ കാലങ്ങളായിട്ട് തന്നെ വളരെ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും.
കോവിഡിന് മുമ്പും കോവിഡിന് ശേഷമുള്ള കാലഘട്ടം തന്നെ രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കോവിഡിന് ശേഷമുള്ള ഈ 4-5 വർഷം കൊണ്ട് വ്യാപാര മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഈ വ്യാപാര മേഖല വിട്ടുപേക്ഷിച്ച് മറ്റു മേഖലയിലേക്ക് പോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെയൊക്കെ തെളിവ് നമ്മുടെ പേരാവൂർ യൂണിറ്റിൽ തന്നെ വളരെയേറെ പ്രകടമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. കാരണം ഓരോ വർഷവും മെമ്പർഷിപ്പ് പുതുക്കുമ്പോൾ, ഈ കഴിഞ്ഞ പ്രാവശ്യം മെമ്പർഷിപ്പ് പുതുക്കുമ്പോൾ വ്യാപാരം വിട്ടുപേക്ഷിച്ച പേരാവൂർ 16 കച്ചവടക്കാർ നമ്മുടെ സംഘടനയിലുണ്ട്. സംഘടനയെ സംബന്ധിച്ച് പുതിയ 16-26 പേര് പുതുതായിട്ട് വരുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ നിലവിലുള്ള കച്ചവടക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതോപാധി ചിലപ്പോൾ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ ലോൺ എടുത്തതായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ഫണ്ടുകൾ തീർച്ചയായിട്ടും ഈ കച്ചവടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്നുമില്ലാത്ത രീതിയിലേക്ക് തകർന്നു പോകുന്ന ഒരവസ്ഥയിലാണ് വ്യാപാര സമൂഹം ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ കോവിഡ് കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ വീടുകളിൽ ഇരുന്നപ്പോൾ നമുക്കറിയാം ഓൺലൈൻ ബിസിനസ് മേഖല തളച്ചു വളർന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ വീടുകളിലടക്കം ഈ ഓൺലൈൻ മേഖലയുടെ നെറ്റ്വർക്കുകൾ അവർ വരികയും നമ്മുടെ വീടുകളിലടക്കം ഈ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു പുതിയ തലമുറയ്ക്ക് തന്നെ ഈ ഓൺലൈൻ എന്നുള്ളത് പാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം. അതായത് ഏതാണ്ട് 60%ഓളം കച്ചവടങ്ങൾ ഇന്ന് ഓൺലൈനിലൂടെ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ 40% കൊണ്ടാണ് നമ്മളെ പോലെയുള്ള വ്യാപാരികൾ ഇന്ന് പിടിച്ചു നിൽക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. അതും മത്സരങ്ങളും കിടമത്സരങ്ങളും ഒക്കെ ആയി നമ്മൾ തമ്മിൽ മത്സരിച്ച് തീരുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും കൈത്താങ് കൊടുത്തപ്പോൾ വ്യാപാര മേഖലയ്ക്ക് യാതൊരു കൈത്താങ്ങും നൽകിയില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ച് നമ്മുടെ ഖജനാവില് 100 കോടിക്കണക്കിന് ലക്ഷം രൂപ നമ്മൾ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു മേഖലയാണ് വ്യാപാര മേഖല. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മേഖലയാണ് വ്യാപാര മേഖല. ഈ മേഖലകളിൽ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഒരു കൈത്താങ് പോലും നൽകാത്ത രീതിയിലാണ് സർക്കാരുകൾ മുന്നോട്ട് പോയത്. അത് ആ ഒരു പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം, കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനം നമുക്ക് തലക്കടി കിട്ടിയ പോലെ കിട്ടിയ ഒരു സംഭവമാണ്. നമുക്കറിയാം നമ്മുടെ വാടകയിൽ 18% GST ചുമത്തിക്കൊണ്ട് അത് വ്യാപാര മേഖലയെ വളരെയേറെ പ്രതികൂലമായി ബാധിച്ച ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും അതിന്റെ ക്ഷീണം മാറുന്നതിന് അതിനെതിരെ നമ്മൾ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോയി. അതിനുശേഷം ഇപ്പൊ ഇത് അടുത്ത കാലങ്ങളിൽ വന്നതാണ് നികുതിയില് 2.5 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ നികുതിയിൽ 2.5 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യാപാരികളെ ശരിക്കും പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു രീതിയിലും വ്യാപാരി എന്നുള്ളത് വർഗത്തിനെ തീർച്ചയായിട്ടും പരിഗണനയിലെടുക്കാത്ത രീതിയിലുള്ള സർക്കാർ സമീപനത്തിനെതിരെ നമ്മൾ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മളെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മൾ ഇന്ന് ധർണാ സമരം ഒരു സൂചനാ സമരമാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ സർക്കാരിനെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നമ്മൾ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾക്കും ജീവിക്കണം, നമുക്കും നിലനിൽക്കണം എന്നുള്ള മുദ്രാവാക്യവുമായിട്ടാണ് വ്യാപാര സമൂഹം ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നു നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രതിസന്ധികൾ, അതുപോലെ തന്നെ വ്യാപാരികൾ വളരെയേറെ പ്രതിസന്ധികളുണ്ട്. നമ്മൾക്കറിയാം, നമ്മുടെ വ്യാപാരികൾ നമുക്ക് ഫുട്പാത്ത് കച്ചവടം കൊണ്ട് നമുക്കറിയാം, നമ്മൾ ചെറുകിട കച്ചവടക്കാർ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്നതിന് മുമ്പിൽ ഒരു പെട്ടി വണ്ടിയുമായിട്ട് കൊണ്ടുവന്ന് വിൽക്കുകയാണ്. അപ്പം നമ്മൾ സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളുമായി കച്ചവടം ചെയ്യുമ്പോൾ പഞ്ചായത്ത് ടാക്സ്, തൊഴിൽ നികുതി അടക്കമുള്ള GST അടക്കമുള്ള, അതുപോലെ വാടക അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ അടുത്ത് യാതൊരു രീതിയിലും ഒരു മാനദണ്ഡമില്ലാതെ നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടി കച്ചവടം നടക്കുന്ന, പഴക്കച്ചവടം നടക്കുന്ന, അല്ലെങ്കിൽ മീൻ കച്ചവടം നടത്തുന്ന ഈ കച്ചവടങ്ങളൊക്കെ വ്യാപാര മേഖലയെ, ചെറുകിട വ്യാപാര മേഖലയെ തകർത്ത് കളയുന്നതാണ് നമുക്കറിയാൻ സാധിക്കും. ഇതിനെതിരെ വിരൽ ചൂണ്ടത്, അല്ലെങ്കിൽ ഇവരെ ആരാണ് നിയന്ത്രിക്കേണ്ടത്? തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണിത്. അപ്പം അതായത് നമ്മൾ എല്ലാ രീതിയിലും മാനദണ്ഡങ്ങളും കച്ചവടം ചെയ്യുന്ന, നമ്മൾക്ക് യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും കിട്ടാതെ പോകുന്ന വ്യാപാരികളുടെ അവസ്ഥ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ സമരത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, പേരാവൂർ അശാസ്ത്രീയമായ നോൺ പാർക്കിംഗ് സംവിധാനങ്ങൾ, അത് കഴിഞ്ഞ ഫെസ്റ്റിവൽ സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ഉത്സവ സമയത്ത് ഉണ്ടായ സംവിധാനമാണ്. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് പേരാവൂർ ടൗണിൽ തന്നെ ഒരു വണ്ടി നിർത്തി ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അന്നേരം തന്നെ പോലീസ് വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരവസ്ഥയാണ്, ഫൈൻ അടയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ കച്ചവടങ്ങൾ അടുത്ത ടൗണുകളിലേക്ക് പോകുന്ന രീതിയിലാണ് ഈ സംഭവത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഓൺലൈൻ ബിസിനസ്സുകളും മറ്റ് എല്ലാ മേഖലകളും പിടിമുറുകിയിരിക്കുന്ന ഈ
സാഹചര്യത്തിൽ വ്യാപാരികളെ സംബന്ധിച്ച് ഈ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ തീർച്ചയായിട്ടും നമ്മൾക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ മാർഗങ്ങളുമായി നമ്മളിവിടെ UMC സംസ്ഥാന വ്യാപകമായി തുടക്കം കുറിക്കുകയാണ്. ഇന്ന് ഇതിനുവേണ്ടി അണിനിരന്നിരിക്കുന്ന എല്ലാ പ്രവർത്തകരെയും, അതായത് തൊണ്ടിയില് മണത്തണ യൂണിറ്റ്, പേരാവൂർ യൂണിറ്റ്, ഈ വെയിലിനെ തീർച്ചയായിട്ടും അവരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ എല്ലാവർക്കും ജില്ലാ കമ്മിറ്റിയുടെ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ ആദരണീയനായ ജില്ലാ വൈസ് പ്രസിഡന്റ് അതുപോലെ പേരാവൂർ യൂണിറ്റ് രക്ഷാധികാരിയുമായ ശ്രീ കെ ബഷീർ അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ലൈസൻസ് ഫീ ഉൾപ്പെടെ 2.5 ഇരട്ടിയിലധികം തൊഴിൽ നികുതി വർദ്ധിപ്പിച്ച, ഉള്ളിലെ ചൂടും അന്തരീക്ഷത്തിലെ പുറത്തുള്ള ചൂടും അവഗണിച്ച് ഈ ധർണാ സമരത്തെ നയിച്ച ജില്ലാ വർക്കിംഗ് പ്രസിഡന്റും യൂണിറ്റിന്റെ പ്രസിഡന്റുമായ ഷിനോജ് നരിതൂക്കിൽ ഈ ചൂടിലും ബത്തക്ക വെള്ളം പകർന്നു നൽകി നമുക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ച VK വിനേശൻ, മണത്തണ യൂണിറ്റ് പ്രസിഡന്റ് ബേബി പാറക്കൻ, തൊണ്ടി യൂണിറ്റ് പ്രസിഡന്റ് ബിനോയ് ജോൺ, പേരാവൂരിന്റെ ജനറൽ സെക്രട്ടറി VK രാധാകൃഷ്ണൻ, വനിതാ വിംഗ് പ്രസിഡന്റ് ദിവ്യ സ്വരൂപ്, സീന സുകേഷ്, നമ്മളെ ട്രഷറർ പ്രവീൺ കാരാട്ട് ഉൾപ്പെടെ പേരാവൂര്, മണത്തണ പ്രദേശത്ത് നിന്ന് എത്തിയ നമ്മളെ പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഒരു നാടിന്റെ വികസന പങ്കാളികളിൽ ഏറ്റവും പ്രധാനമായത് 3 ഘടകങ്ങളാണ്. ഒന്ന് വ്യാപാരികൾ, ഒന്ന് വ്യവസായികൾ, കൃഷിക്കാർ. നമുക്കറിയാം, ഇതൊരു മെട്രോപൊളിറ്റൻ നഗരമല്ല, ഇതൊരു കാർഷിക പ്രദേശമാണ്. കൃഷിക്കാരെന്ന് പറയുന്നത് അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്ന വില പോലും ലഭിക്കാതെ വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം കൊണ്ട് കൃഷിഭൂമി വരെ ഉപേക്ഷിച്ച് വിഘടിതരായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് കൃഷിക്കാർ. വ്യവസായികളാവട്ടെ, അവർക്ക് പ്രത്യേക സംഘടിത ശക്തിയില്ല. കാരണം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് മുടക്കിയ ആളുകൾ പൊതുവെ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്നു. കേരളത്തെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള പോലെ ഒരു വ്യാവസായിക സൗഹൃദ സംസ്ഥാനമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് കേരള സംസ്ഥാനം. എങ്കിലും നിലവിലുള്ള കേരള സർക്കാർ വ്യവസായ സ്ഥാപനങ്ങളും സ്റ്റാർട്ടപ്പുകളും ഒക്കെ തുടങ്ങി ഇതൊരു വ്യവസായിക സൗഹൃദമാക്കാനുള്ള ഒരുപാട് വലിയ ശ്രമം നടത്തുന്ന ഒരു സർക്കാരാണ് നിലവിലുള്ളത്. അതിന്റെ ലാസ്റ്റത്തെ ഘടകമാണ് നമ്മൾ വ്യാപാരികൾ. നമുക്കറിയാം, വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചും ബാങ്കിൽ നിന്നൊക്കെ ലോണും എടുത്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരുപാട് സ്വപ്നങ്ങളൊക്കെയായി കടകൾ തുടങ്ങി അതൊക്കെ പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏകദേശം 14 ലക്ഷത്തോളം രജിസ്റ്റേർഡ് വ്യാപാരികളുണ്ട്. ഏകദേശം 10 ലക്ഷത്തോളം രജിസ്റ്റേർഡ് അല്ലാത്ത വ്യാപാരികളുണ്ട്. 25 ലക്ഷത്തോളം വ്യാപാരികൾ കേരളത്തിൽ സാങ്കേതികമായി പറഞ്ഞാലുണ്ട്. അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികളടക്കം ഏകദേശം 50 ലക്ഷം ആളുകളാണ് ഈ വ്യാപാര സമൂഹത്തിലുള്ളത്. ഈ വ്യാപാര സമൂഹം എന്ന് പറയുന്നത് മറ്റ് വ്യാപാര സമൂഹത്തിനെ അപേക്ഷിച്ച് ഏറ്റവും വലിയ ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ വ്യാപാര സമൂഹത്തിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയില്ലാതെ ഒരുപാട് ആളുകൾക്ക് തൊഴിലും ഓരോ കുടുംബവും ജീവിക്കുന്ന ഒരു മേഖലയായിട്ട് കൂടി സർക്കാർ ഒരുപാട് അവഗണന നൽകിയിരിക്കുകയാണ് നമ്മുടെ മേഖലയെ. ഈ കോവിഡ് കാലത്ത് ഒരുപാട് ദുരിതങ്ങളുണ്ടായ ഒരു മേഖലയാണ് വ്യാപാര മേഖല. ഈ വ്യാപാര മേഖലയ്ക്ക് മാത്രമാണ് സർക്കാരിൽ നിന്ന് ഒരു സഹായവും ലഭ്യമാകാത്തത് എന്ന് നമ്മൾ വാർത്തകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. മറ്റുള്ള ഡീറ്റെയിൽസുകളൊക്കെ പരിശോധിച്ചാൽ ഓൺലൈൻ വ്യാപാരത്തിന്റെ കടന്നുകയറ്റം അതുൾപ്പെടെയുള്ള ഒരുപാട് വ്യാപാര പ്രതിസന്ധികൾ
പേരാവൂരടക്കം നിലവിലുള്ള എല്ലാ സ്ഥലങ്ങളിലും അനിയന്ത്രിതമായ വാടക വർധനമാണ്. ഒരു ദിവസം 500, 1000, 1500 രൂപയോളം ഡെയിലി വാടകയുള്ള സ്ഥലങ്ങളാണ് പേരാവൂർ. പേരാവൂർ മാത്രമല്ല, പേരാവൂരിന്റെ പരിസര പ്രദേശങ്ങളായ കേളകം മുതൽ കൊട്ടിയൂർ യഥാർത്ഥത്തിൽ നമ്മൾ ഫെബ്രുവരിയിൽ അടയ്ക്കണം. പക്ഷെ നമ്മൾ 80% ആളുകളും ഏറ്റവും ലാസ്റ്റ് മാത്രമേ അടയ്ക്കാറുള്ളൂ. ആ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലൈസൻസിന് പുറമെ 900 രൂപ തൊഴിൽ നികുതി, ഒരാൾക്ക് ഉള്ള ഒരു നികുതിയാണ് ഞാൻ പറയുന്നത്. 900 രൂപ തൊഴിൽ നികുതി അടച്ച സ്ഥാനത്ത് പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ അടച്ചത് 1500 രൂപയാണ്. 600 രൂപയാണ് വർധനവ്. മറ്റു തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആനുപാതികമായിട്ട് വർദ്ധിക്കും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2 ഇരട്ടിയോളം വർധനവാണ് നമുക്ക് നേരിട്ടുള്ളത്. അസംഘടിതരായ വ്യാപാര സമൂഹം ഈ രീതിയിൽ നിന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തുറക്കുന്നതിനേക്കാൾ വേഗത്തിൽ കട പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. നമുക്ക് കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, കുട്ടികൾ പഠിക്കുന്നുണ്ട്, മക്കളെ നമുക്ക് വിവാഹം കഴിച്ച് വിടണം, മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ബാങ്കിലെ ലോൺ അടയ്ക്കണം, ചിട്ടി പൈസ അടയ്ക്കണം, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്രയധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമൂഹം കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. അതിന്റെ ഒരു ഉത്തരം അതുൾപ്പെടെ വേറെയും 2-3 പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നമ്മളിപ്പോൾ ഈ ധർണ നടത്തിയത്. പേരാവൂർ പഴയ സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച നമ്മളെ ധർണ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെയിലിനെയും ചൂടിനെയും ഒക്കെ അവഗണിച്ച് ശോഭിത ടെക്സ്റ്റൈൽസിന്റെ മുമ്പിലൂടെ കടന്ന് നമ്മളെ പുതിയ സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കടുത്ത ചൂടിനെ അവഗണിച്ച് ഇത്രയധികം ആളുകൾ ഈ സദസ്സിൽ ഉണ്ടാവണമെങ്കിൽ എത്രത്തോളം നമ്മളെ ഉള്ളു വേദനിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാന വിഷയം, നമ്മളൊക്കെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് ലൈസൻസും GSTയും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തൊക്കെ ഒരുപാട് പിരിവുകളും കൊടുത്ത് നമുക്കിരിക്കുന്ന നമ്മളെ അതേ കച്ചവടം ഏതെങ്കിലും ഒരു ചെറിയ വാഹനമെടുത്ത്, ഗുഡ്സ് വാഹനമെടുത്ത് പേരാവൂരിന്റെ നിരവധി പ്രദേശങ്ങളിൽ, ഇപ്പൊ പെട്രോൾ പമ്പിന്റെ സമീപത്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത്, ഇരിട്ടി റോഡിലുള്ള മുസ്ലിം പള്ളിക്ക് സമീപമൊക്കെ നമ്മൾ വൈകുന്നേരങ്ങളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് പച്ചക്കറി വിൽക്കുന്ന വണ്ടിക്കാരെ കാണാം, അല്ലെങ്കിൽ തുണി വിൽക്കുന്ന വണ്ടിക്കാരെ കാണാം, ഉള്ളി വിൽക്കുന്ന വണ്ടിക്കാരെ കാണാം. ഇതൊക്കെ ഇതിന്റെ ക്വാളിറ്റി നോക്കാതെ ചിലപ്പോൾ നമ്മളും അവിടെ നിന്ന് സാധനം വാങ്ങിയിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്വാളിറ്റി അവരുടെ വിഷയമേ അല്ല. ഇന്ന് പോകുന്ന വണ്ടി ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരിക. പക്ഷെ ഒരു കച്ചവടക്കാരന് ഒരിക്കലും അവനവന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലും വിലയുടെ കാര്യത്തിലും ഒരു കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടായിരിക്കും. കാരണം നാളെ പുതിയ ആളുകൾ, നമ്മളെ കസ്റ്റമേഴ്സ്, ഉപഭോക്താക്കൾ നമ്മളെ ചോദ്യം ചെയ്തേക്കും എന്നുള്ള ഒരു പേടി നമുക്കുണ്ടാവും. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഇത്രയധികം ചെലവ് ഉൾപ്പെടെ നടത്തി നമ്മൾ ഈ കച്ചവടം നടത്തുന്ന സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയാണ് ഈ വഴിയോര വ്യാപാരം, വഴിയോര കച്ചവടം. അപ്പൊ ഇതിനെതിരെ പഞ്ചായത്തിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം നിവേദനം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിലെ മീറ്റിംഗിൽ നമ്മൾ ആവശ്യങ്ങൾ, പോലീസ് ഉൾപ്പെടെ നിൽക്കുന്ന മീറ്റിംഗിലൊക്കെ ഞങ്ങൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ചില സമയത്ത് പോലീസ് വന്ന് അവരെ ചിലപ്പം പെട്ടെന്ന് അവിടെ നിന്ന് ഓടിക്കും. പക്ഷെ അതേപോലത്തെ പോയ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്ന ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വറ്റൽമുളക്, ചെറിയ ഉള്ളി, ടെക്സ്റ്റൈൽസിന്റെ മുമ്പിൽ ഒരു പ്രാവശ്യം നോക്കുമ്പോണ്ട് ബനിയനും പേന്റൊക്കെ ഇട്ട് ഇങ്ങനെ വളരെ കൂളായിട്ട് ഇങ്ങനെ നല്ല സ്റ്റാൻഡിൽ ഇട്ട് വെക്കുന്നു റോഡ് സൈഡിൽ. എന്തൊരു അതിശയത്! നമ്മൾ എത്രയോ വാടക കൊടുത്തിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. അപ്പൊ അതിന് എതിരെയുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന്, പഞ്ചായത്തിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളല്ല ആ നടപടികൾ സ്വീകരിക്കേണ്ടത്, അത് പോലീസാണെന്ന് പറയും. പോലീസിനോടും നമ്മൾ പറയാം, പഞ്ചായത്തിനോടും പറയാം, എവിടെയും പറയാം. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു തൊഴിലുകളൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ചെറുപ്പത്തിലെ പഠിച്ച തൊഴിലാണിത്. ഈ തൊഴിലിൽ നിന്ന് മാറി ഞങ്ങൾക്കൊരു ജീവിതമില്ല. ഒരുപാട് ലോൺ എടുത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് വ്യാപാര സമൂഹം. അതുകൊണ്ട് അക്കാര്യത്തിലുള്ള ഒരു കടുത്ത നിയന്ത്രണം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത ഒരു വിഷയമായിട്ട് ഞങ്ങൾ ഈ ധർണയിൽ ഉന്നയിക്കുന്ന ഒരു വിഷയം, ഈ പേരാവൂർ ടൗണില് അശാസ്ത്രീയമായി സ്ഥാപിച്ച ഒരു നോ പാർക്കിംഗ് ബോർഡാണ്. നമുക്കറിയാം, പേരാവൂർ ജംഗ്ഷൻ മുതൽ കൊട്ടിയൂർ റോഡ് വരെയും മുസ്ലിം പള്ളിക്ക് സമീപം പോലീസ് സ്റ്റേഷന്റെ ആ ഭാഗത്തേക്കുള്ള ഒരുപാട് നോ പാർക്കിംഗ് ബോർഡുകൾ നമുക്ക് കാണാം. അപ്പോ
ഈ നോ പാർക്കിംഗ് ബോർഡ് പോലീസിന്റെ സഹകരണത്തോടെ പഞ്ചായത്ത് സ്ഥാപിച്ചത് വ്യാപാരികൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് കളവ് തന്നെയാണ്, സത്യം തന്നെയാണ്. വ്യാപാരികളുടെ യോഗത്തിൽ തന്നെയാണ് ആ തീരുമാനം ഉണ്ടായത്. പക്ഷേ എടുത്ത തീരുമാനം നടപ്പിലാക്കിയെങ്കിലും അത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിയാണ്. അതുകൊണ്ട് ആ തീരുമാനം പിൻവലിക്കണം. അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഇരുമ്പുലൊക്കെ അല്ല എന്ന് അധികാരികൾ മനസ്സിലാക്കണം. പേരാവൂര് പൊതുവെ ട്രാഫിക് ബ്ലോക്കുള്ള ഒരു പ്രധാന ടൗണാണ്. കാരണം വീതി കുറഞ്ഞ റോഡാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. പഞ്ചായത്തും മറ്റുള്ള സാമൂഹ്യ സാംസ്കാരിക സംഘടനകളൊക്കെ എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ്, കൊട്ടിയൂർ റോഡ് എപ്പോഴും കൺജക്റ്റഡ് ആണ്, അവിടെ വണ്ടി വെച്ച് സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല. അങ്ങനെയുള്ള അത്തരം കൺജക്റ്റഡ് ആയ ഒരു സ്ഥലത്താണ് ഈ നോ പാർക്കിംഗ് ബോർഡ് കൂടി വെച്ച് ഒരു കസ്റ്റമർ പോലും പേരാവൂരേക്ക് വരാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അത്യപൂർവം കടകൾക്ക് മാത്രമാണ് പാർക്കിംഗ് സൗകര്യമുള്ളത്. അപ്പൊ ഞങ്ങളുടെ ടൗണിൽ കച്ചവടത്തിനായി വരുന്ന അല്ലെ ഉപഭോക്താക്കൾ ഈ വരുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്ന അവർക്ക് നേരിടുന്ന ഈ വലിയ ബുദ്ധിമുട്ട് പഞ്ചായത്ത് അധികാരികളും പോലീസും ഉടനടി മനസ്സിലാക്കി ആ നോ പാർക്കിംഗ് ബോർഡ് നീക്കണമെന്നാണ് ഞങ്ങളുടെ മൂന്നാമത്തെ ആവശ്യം. ഇത്തരം സമര പരിപാടികളുമായി പോകാതെ ഒരു കാരണവശാലും അധികാരികളുടെ കണ്ണു തുറക്കില്ല. നമുക്കറിയാം, കുറച്ചു കാലം മുമ്പ് സ്ക്വയർ ഫീറ്റിന് ഒരുപാട് വാടക വർദ്ധിച്ച്, അതായത് നമ്മളൊരു പഞ്ചായത്തിലെ ഒരു പെർമിറ്റിന് കൊടുക്കുമ്പോൾ നമ്മളൊരു 300, 500, 1000, 2000 പെർമിറ്റിന് കൊടുക്കുമ്പോൾ ഒരുപാട് സ്ക്വയർ ഫീറ്റിന് അതിന്റെ പൈസ, അതിന്റെ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചിരുന്നു. ഒരുപാട് പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആ ഫീസ് വെട്ടിക്കുറച്ചു. അത്ര ശതമാനമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് നല്ല രീതിയിൽ തന്നെ വെട്ടിക്കുറച്ചു. അടച്ച പൈസകളൊക്കെ തിരിച്ചു കൊടുത്ത ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വർദ്ധിപ്പിച്ച അന്യായമായ 2.5 ഇരട്ടിയിലേറെ വർധനവുള്ള ഈ തൊഴിൽ കരം നിർബന്ധമായും തദ്ദേശ സ്വയംഭരണ വകുപ്പും അല്ലെങ്കിൽ ഗവൺമെന്റും പിൻവലിക്കണമെന്ന് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ ആവശ്യപ്പെടുകയാണ്. ഈ ഒരു ധർണാ സമരത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ, കച്ചവടത്തിന്റെ പ്രതിസന്ധികളിലൂടെ ഈ സമരത്തിൽ വന്ന് ഈ ധർണയിലൊക്കെ പങ്കെടുത്ത് ഈ പൊതു സമ്മേളനവും വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സമരഭടന്മാർക്കും ജില്ലാ കമ്മിറ്റിയുടെയും യൂണിറ്റ് കമ്മിറ്റിയുടെയും പേരിൽ ഒരുപാട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആദ്യം മണത്തണ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ബേബി പാറക്കൽ. എല്ലാവർക്കും നമസ്കാരം. ഏറെ പ്രിയങ്കരനായ ജാഥ ലീഡർ, പേരാവൂർ യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീമാൻ ഷിനോജ് നരിതോക്കിൽ, ഈ പരിപാടി നമുക്കറിയാം, ഇന്ന് നമ്മുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഏറ്റവും കച്ചവടം നടക്കുന്ന ഈ 10 മണി സമയത്ത് ഈ പേരാവൂരിന്റെ മണ്ണിൽ നമ്മളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. മറ്റൊന്നുമല്ല, നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നമ്മളെ അലട്ടുന്ന വിഷയം. ഈ പേരാവൂരിന്റെ മണ്ണില്, പേരാവൂരിലോ തൊണ്ടിയിലോ എവിടെയായിക്കോട്ടെ, ഒരു കച്ചവടക്കാരന് നിലനിൽപ്പില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പഞ്ചായത്ത് കൊണ്ടുപോകുന്നത്. സർക്കാരിന്റെ നടപടികളും എല്ലാം അവന്റെ കഴുത്ത് ഞെരിക്കുന്ന ഒരു സമീപനമാണ് ഇന്നുള്ളത്. സർക്കാർ നാടിന്റെ ഏത് ആവശ്യങ്ങൾക്കായാലും, നമുക്കറിയാം, നമ്മുടെ കോവിഡ് കാലഘട്ടത്തായാലും ഇല്ലെങ്കിൽ മറ്റു ദുരന്ത സാഹചര്യങ്ങളിലായാലും ഒക്കെ ഈ വ്യാപാര സമൂഹത്തിന്റെ ഒരു കൈത്താങ് എന്നും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും നമ്മൾ എത്ര മുണ്ടുമുറുക്കിയായാലും യാതൊരു പിശുക്കും നമ്മൾ കാണിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എങ്കിലും എന്തുകൊണ്ട് ഈ കച്ചവട സമൂഹത്തെ ഇങ്ങനെ അവഗണിക്കുന്നതെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവാത്തത്. എനിക്ക് മുന്നേ സംസാരിച്ചവരൊക്കെ തന്നെ പറഞ്ഞു വെച്ചതും അത് തന്നെയാണ്. ഏറ്റവും അവഗണന നേരിടുന്ന ഒരു വിഭാഗമായി മാറുകയാണ് ഇന്ന് വ്യാപാര സംഘടന. പേരാവൂർ യൂണിറ്റ് ആയിക്കോട്ടെ, ഇല്ല മണത്തണ ആയിക്കോട്ടെ, തൊണ്ടിയിലായിക്കോട്ടെ, കണ്ണൂർ ജില്ല മൊത്തം എടുത്ത് സംസ്ഥാനം എടുത്തോളൂ, ഏകദേശം 10% വ്യാപാരികൾ അവരുടെ വ്യാപാരം ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തുകൊണ്ടാണ് അതിന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്? യാതൊരു വിധത്തിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ 2.5% ഇല്ലെങ്കിൽ ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ കച്ചവട സ്ഥാപനത്തെ ഞെക്കിപ്പിഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പ്രതികരിച്ചേ മതിയാവും. സംസ്ഥാന നേതൃത്വം ആഹ്വാനം ചെയ്ത ഈ ഒരു സമര പരിപാടി, ഇതിന്റെ നമുക്ക് അനുകൂലമായ ഒരു നിലപാട് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നിടം വരെ ഞങ്ങൾ ഈ സമരമായി മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഠിനമാണ്.
നമ്മൾ വളരെ സൗന്ദര്യബോധമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ കടുത്ത വെയിലത്ത് നമ്മൾ കറുത്തു പോകും നമുക്കറിയാം. എങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പ്രതിഷേധം നമ്മുടെ അധികാരികളെ അറിയിക്കുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സൗന്ദര്യമൊന്നും വേണ്ട, ജീവിതം വേണ്ട എന്ന് മാറ്റിവെച്ച് നമ്മൾ അധികാരികളോട് പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ഈ ഉയർന്ന താങ്ങാൻ പറ്റാത്ത ഈ ഒരു നികുതി ഭാരം കുറച്ച് ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ സുഗമമാക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അധികാരികൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് വേണ്ട നടപടികൾ നൽകാനുള്ള അവസരം നൽകണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും മർച്ചന്റ് ചേംബറിന്റെ അംഗങ്ങളെ, വനിതാ വിംഗ്, യൂത്ത് വിംഗ് പ്രവർത്തകരെ, നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലൊരു സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടതിന്റെ ആവശ്യകത എനിക്ക് മുന്നേ സംസാരിച്ച എല്ലാവരും ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. കാരണം ഒരുപക്ഷെ തോന്നിപ്പോവുകയാണ്, കടയിലിരിക്കുന്നതിനേക്കാൾ സുഖം ഇങ്ങനെ സമരമുഖത്ത് ഇരിക്കുന്നതാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ നല്ലതെന്ന് തോന്നിപ്പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നമ്മളുടെ സർവ്വത സ്വരൂപിച്ച് ഒരു സ്വയം തൊഴിൽ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരു സ്വയമായി ഒരു ബിസിനസ് ചെയ്തു എന്നുള്ള ഒരു കുറ്റം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആ ഒരു കുറ്റമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, അതായത് നമുക്ക് എല്ലാ മാസവും കടയുടെ വാടക കൊടുക്കണ്ടേ? കൊടുത്തില്ലെങ്കിൽ 1-ാം തീയതി രാവിലെ വിവരം അറിയും. കറണ്ട് ബില്ല് അടയ്ക്കാൻ ഒരു ദിവസം തെറ്റിയാല് അതിന്റെ ഫ്യൂസ് വരാൻ ആള് വരും. അതുപോലെ തന്നെ GST ഫയൽ ചെയ്യാൻ വൈകിയാല്, അല്ലെങ്കിൽ അടയ്ക്കേണ്ട എമൗണ്ടിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ, അബദ്ധവശാൽ വന്നു കഴിഞ്ഞാൽ കേസും, അതിന് ഫൈന് അതിന് മേലെ പിഴയും. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണ്ടേ? വൈകുന്നേരം ആകുമ്പോൾ അവരെ വെറും കൈയോടെ പറഞ്ഞയക്കാൻ പറ്റുമോ? അതിനേക്കാൾ എല്ലാം ഉപരി നമ്മുടെ കടയിലെ തീർന്ന സാധനങ്ങൾ കൊണ്ടുവെക്കണ്ടേ? ഈ കൊടുത്തുവിട്ടാൽ മാത്രം മതിയോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥാപനങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പെടാപ്പെടുമ്പോൾ, സ്വയം ഒരു തൊഴിൽ ചെയ്തു പോയി എന്നതിന്റെ പേരിൽ നമ്മളുടെ മേലെ ഈ 2 ഇരട്ടിയും 10 ഇരട്ടിയും പറയുന്ന തുക, ലൈസൻസ് ഫീയും തൊഴിൽ നികുതിയും ഒക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടതയാണ്. ഇവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വാങ്ങുന്ന ശമ്പളം എത്രയാണെന്ന് അറിയോ? എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം. കാരണം എല്ലാവരും പത്രം വായിക്കുന്നവരും TV കാണുന്നവരും ഒക്കെയാണ്. ഓരോരുത്തരെയും സ്ലാബുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമുക്ക് മാത്രം ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണ്ടേ? നമ്മുടെ വീടിന്റെ കറണ്ട് ബില്ല് അടയ്ക്കണ്ടേ? നമ്മുടെ ബിസിനസ്സിനെടുത്ത ലോണിന്റെ അടവുകൾ അടയ്ക്കണ്ടേ? പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കണ്ടേ? ഇതെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിവില്ലാത്ത കാര്യങ്ങളാണോ? എന്നിട്ടും ഇതുപോലെയുള്ള കനത്ത നികുതി പാവപ്പെട്ട വ്യാപാരികളുടെ മേൽ ചുമത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോട് യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിന് ഒന്നേ പറയാനുള്ളൂ: അടിയന്തരമായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ കച്ചവടം എന്നൊരു വർഗം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. കാരണം എനിക്ക് മുന്നേ സംസാരിച്ചവർ പറഞ്ഞു കഴിഞ്ഞു, മൊത്തം ബിസിനസിന്റെ 65% ഓൺലൈൻ മേഖലയിലാണ് നടക്കുന്നത്. ഈ 35% കച്ചവടം കൊണ്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ. നമ്മുടെ യുണൈറ്റഡ് മർച്ചന്റ് ചേംബറാണ്. മറ്റ് സംഘടനകളെ പോലെ വായ്പാടി മാത്രം നടക്കുകയില്ല, പ്രവർത്തനം കൊണ്ട് മറുപടി കൊടുക്കുന്ന യുണൈറ്റഡ് മർച്ചന്റ് ചേംബറാണ് വ്യാപാരികളുടെ സംഘടന എന്ന് തന്നെ ഈ അവസരത്തിൽ ഞാൻ വിശേഷിപ്പിക്കുകയാണ്. വ്യാപാരികൾക്ക് വേണ്ടി വ്യാപാരികളാൽ നടത്തുന്ന വ്യാപാര സംഘടന, അതാണ് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇന്നത്തെ ഈ സമര പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നമസ്കാരം. ഈ ധർണാ സമരത്തിന്റെ അധ്യക്ഷ തോരാതെ സംസാരിച്ച ഷിനോജാക്കും അതുപോലെ തന്നെ ബഷീർക്കായി വ്യാപാരത്തെക്കുറിച്ചും നമ്മുടെ അധിക നികുതി കൂട്ടിയതിനെ കുറിച്ചും പാർക്കിങ്ങിന്റെ വിഷയത്തെക്കുറിച്ചുമൊക്കെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയുണ്ടായി. ഞാനും ഇത് തന്നെയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ
വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ വലിയ ലോൺ എടുത്തും അതുപോലെ തന്നെ പല കഷ്ടപ്പാടിൽ നിന്നാണ് നമ്മൾ വ്യാപാരം നടത്തുന്നത്. നമ്മുടെ വ്യാപാരത്തിന് മുന്നിൽ വന്നുകൊണ്ടാണ് ഈ ഗുഡ്സ് വാഹനങ്ങളിൽ പച്ചക്കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും തുണികളും ഒക്കെ അത് സ്ഥാപനങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് വിൽക്കുമ്പോൾ നമ്മൾ പറയാൻ വേണ്ടി നമുക്ക് സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികാരികൾ അതിനുവേണ്ട അവരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയും അല്ലെങ്കിൽ അവർക്ക് ഫൈൻ ഇടിയിപ്പിക്കുന്ന ഒരു സംവിധാനം വേണമെന്നാണ് പറയാനുള്ളത്. ഇപ്പം നേരെ തിരിച്ചാണ്, അവർക്കൊരു ഫൈനുമില്ല. പക്ഷേ വ്യാപാര സ്ഥാപനത്തിൽ കയറി പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ വില്ലേജിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ ആൾക്കാരും ഒക്കെ വന്നുകൊണ്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കണ്ടാൽ 10,000 രൂപയും അതിന് വലിയ പൈസ പിഴ ഈടാക്കുന്ന അവസ്ഥയാണ്. തിരിച്ച് വഴിയോര കച്ചവടക്കാർക്ക് ഒരു പ്രയാസവുമില്ല. അവർക്ക് അവർ ഈ പറയുന്ന പച്ചക്കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ എല്ലാം അന്യസംസ്ഥാനത്ത് പോയി ഏറ്റവും ലോക്കൽ സാധനം എടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടുമ്പുറത്തും വീടുകളിലും പോയി വിൽക്കപ്പെടുന്നത്. അവർക്കൊരു പ്രയാസവുമില്ല. അവർക്ക് നമ്മളെക്കാട്ടും 100 ഇരട്ടി ലാഭം അവർ കൊയ്യുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ അതിനെല്ലാം ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടിയാണ് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ UMC ഇങ്ങനെയൊരു സൂചന ധർണയ്ക്ക് തുടക്കം കുറിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ നിരവധി സമര രംഗത്തേക്ക് UMC കടക്കേണ്ടി വരും. അതിന് ഞങ്ങളെ പ്രേരിപ്പിക്കരുതെന്നൊരു അപേക്ഷയാണ് നമുക്ക് ഇവിടുത്തെ പഞ്ചായത്തിനോട് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇതിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. നിർത്തുന്നു. അരിപ്പയിൽ മുഹമ്മദ് 2 വാക്കുകൾ. ഉദ്ഘാടനം ചെയ്യപ്പെട്ട ധർണാ സമരത്തിന് എല്ലാവിധ വിദ്യാശംസ നേർന്നിരുന്നു. ജയ് ഭാരത്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, സംസ്ഥാന നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ധർണാ സമരം നടത്തുന്നത്. നമ്മളെ വർദ്ധിപ്പിച്ച 2.5 ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക എന്ന ആവശ്യവും അതുപോലെ തന്നെ വഴിയോര കച്ചവടം അതുപോലെ തന്നെ പാർക്കിങ്ങിന്റെ ഒരു കാര്യവും കൂടിയുണ്ട്. അത് 3 കാര്യങ്ങളാണ് നമ്മൾ വേണ്ടപ്പെട്ടവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നിങ്ങനെയുള്ള ഒരു ധർണാ സമരവുമായി മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. എനിക്ക് മുന്നേ സംസാരിച്ച എല്ലാവരും ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾക്ക് കേൾക്കേണ്ടി വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ വ്യാപാരികൾ പൊതുവെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങില്ല എന്നാണ് അധികാരികളുടെ ഭാഗത്ത് നിന്നും വീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഇറങ്ങിയാലേ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. പണ്ട് കാലത്ത് പറയുന്ന പോലെ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ തന്നെ ഇറങ്ങണം. അതിനാണ് UMC കേരള സംസ്ഥാന നേതൃത്വത്തിൽ ഒട്ടാകെ നമ്മുടെ പഞ്ചായത്തിന്റെ ഓരോ പഞ്ചായത്തിലും കേളകം, കൊട്ടിയൂരെല്ലാം കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് പേരാവൂരും ഇന്ന് ഈ ധർണാസമരം നടക്കുകയാണ്. ഇതിന്റെ എല്ലാവിധ വിജയത്തിനും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ യോഗാധ്യക്ഷൻ സിനോജേട്ട, ഉദ്ഘാടനം ചെയ്ത ബഷീർക്ക, ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി വന്ന മണത്തണ യൂണിറ്റിലെയും തൊണ്ടി പേരാവൂർ യൂണിറ്റ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ധർണ നല്ല രീതിയിൽ നടത്തുവാനും അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ധർണ അധികാരികൾ കാണുവാനും നമുക്ക് വേണ്ടത് ചെയ്തു തരുന്നതിനും കൂടി അവർക്കൊരു തോന്നലുണ്ടാകുവാനും വേണ്ടിയും അതുപോലെ ഇന്നത്തെ ഈ ധർണയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. അഭിവാദ്യങ്ങളും. ഉദ്ഘാടനം ചെയ്ത ബഷീർക്ക, ബാക്കി എല്ലാ മെമ്പർമാരെ, നമ്മുടെ ഈ പരിപാടി ഇന്ന് ഇവിടെ നല്ല വിജയകരമായി ചെയ്തു. ഇതിന്റെ എല്ലാവിധ ഐക്യദാർഢ്യവും ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പം അടുത്ത് നന്ദി പറയാനായിട്ട് നമ്മുടെ ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. നന്ദി ശ്രമിക്കുന്ന യൂണിറ്റ് ട്രഷറർ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പേരാവൂർ യൂണിറ്റിന്റെ പേരിൽ എന്താ പറയണ്ടേ, വളരെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നന്ദിയാണ്. കാരണം ഈ ഒരു വെയിലിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും ആളുകളെ നമ്മളൊരു പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി ഇത്രയും ആളുകൾ ഒത്തുചേർന്ന് ഒരു മനസ്സായി ഒരു ചിന്താഗതിയായി ഒരേ മുദ്രാവാക്യത്തോടെ, വിനോദായിട്ടും വിളിച്ച മുദ്രാവാക്യമൊക്കെ അതൊന്നും മറന്നു പോകാൻ പറ്റില്ല. കാരണം അത്രയും വളരെ ഈ ചൂടിന് മാറിക്കൊണ്ട് ഇന്ന് ചൂടൊന്നുമില്ല. എത്രയും ആളുകൾ കേൾക്കണം, നമ്മുടെ ശബ്ദം ഉറക്കെ ഈ പഞ്ചായത്ത് അധികൃതരും അല്ലെങ്കിൽ പോലീസ് അധികാരികളും കേൾക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ഏറ്റുപിടിച്ച എല്ലാവർക്കും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഹൃദയംഗമായ നന്ദി, സ്നേഹവും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.